ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 3, 2024. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3-4 മാസങ്ങളൊക്കെ കഴിയും. അപ്പോൾ എൻ്റെ ലൈഫിലൊരു വാവ് മൊമെൻ്റാണ് ഇന്നുള്ളത്. ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്നതിൽ ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പൈസയ്ക്ക് എൻ്റെ കല്യാണത്തിലുള്ള ഗോൾഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസമല്ല, നമ്മൾ ഏകദേശം ജൂണിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ജ്വല്ലറിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. മോഡൽ കാണിച്ചു കൊടുക്കാൻ പോവും, അഡ്വാൻസ് കൊടുക്കാൻ പോവും, പിന്നെ മോഡൽ മാറ്റും. അങ്ങനെ ഇത് അവസാനത്തെ പോക്കാണ്. ഇതോട് കൂടിയിട്ട് തീരുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ എത്ര എടുക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് എത്ര എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മളൊരു മിഠായി വാങ്ങിയാലും നമുക്കൊരു ഡ്രസ്സ് വാങ്ങിയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയും വാല്യൂ ഉള്ളൊരു സംഭവം വാങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യത്തെ പോക്കൊന്നല്ല കേട്ടോ, ഒരുപാട് തവണയായി പോകുന്നു. ആദ്യം ഞങ്ങൾ പോയി അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തു, മോഡൽ കാണിച്ചു കൊടുക്കാൻ പോവും, അമ്മേനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മോഡൽ മാറ്റാൻ പോവും. അങ്ങനെ പോയി ഇത് അവസാനത്തെ പോക്കാണ്. ഇന്ന് നമ്മൾ ഗോൾഡ് കളക്ട് ചെയ്യാൻ പോകണം കേട്ടോ. എടപ്പാൾ റീഗൽ ജ്വല്ലേഴ്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്ര ഗോൾഡ് എടുക്കുന്നത്, അതിന് ഇന്നത്തെ റേറ്റിലെ പണിക്കൂലി കാര്യങ്ങളൊക്കെ. പിന്നെ അതിനിടയിൽ നമ്മളെ വെഡ്ഡിങ് സെറ്റ് മാറ്റണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഓക്കെ ഇതന്നെ മതി എന്നുള്ള രീതിയിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് സെറ്റ് വരുന്നത്. ഇതിനകത്ത് 4 വളയുണ്ട്, അതുപോലെ തന്നെ 2 നെക്ക് ചെയിൻ ആണ്. അതൊന്ന് ഷോർട്ടും പിന്നെ ഒന്ന് ലോങ് ഹാറുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് ഇതിലും കുറച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മോഡൽ ഞാൻ അങ്ങനെ എടുക്കുക ചെയ്തത്, ഉണ്ടാക്കാനൊന്നും പിന്നെ നിന്നില്ല. ഈ വെഡ്ഡിങ് സെറ്റ് കൂടാതെ ഡെയിലി ഇടാനുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് യെല്ലോ ഗോൾഡ് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ റോസ് ഗോൾഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോസ് ഗോൾഡ് എപ്പോഴും നമുക്ക് നല്ലത് 18 ക്യാരറ്റിൽ ചെയ്യുകയാണ്. അപ്പം ഞാൻ 18 ക്യാരറ്റിൽ റോസ് ഗോൾഡ് ഒരു പാദസരം, അതുപോലെ തന്നെ കൈ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മൽ ഞാൻ ഡയമണ്ടിൻ്റെ ഒരു സ്റ്റോൺ വരുന്ന രീതിയിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് എൻ്റെ വെഡ്ഡിങ് റിംഗ് ആണ്. നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിനാണ് എൻഗേജ്മെൻറ്റ് റിംഗ് ഇടുന്നത്. അത് ഞങ്ങൾ നല്ല മാച്ചായിട്ട് ഒരെണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡയമണ്ട് വെച്ചിട്ട് ഒരു റോസ് ഗോൾഡ് 18 ക്യാരറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രണുവിൻ്റെ ഡയമണ്ട് വെക്കാതെ പ്ലെയിൻ ആയിട്ട് 18 ക്യാരറ്റിൽ റോസ് ഗോൾഡാണ് ചെയ്തത്. എൻ്റെ ഓർണമെൻറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വെഡ്ഡിങ് റിംഗ് ആണ്. പക്ഷെ പണിക്കൂലി അത്യാവശ്യം ഉണ്ട് കേട്ടോ, 50% ആണ്. അത് ഈ ഡയമണ്ടും റോസ് ഗോൾഡൊക്കെ വരുന്നതുകൊണ്ടാണ്. ഇത് കൂടാതെ ഞാൻ സ്കീമിൽ ജോയിൻ ചെയ്തിട്ട് പ്രണുവിനുള്ള ചെയിനും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റ് വരുന്നത്. ഞാൻ ഗോൾഡ് എടുത്തു എന്ന് പറഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ഗേൾസൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എടപ്പാൾ റീഗളിലാണ് പോയിട്ടുള്ളത്. ഒരുപാട് ജ്വല്ലറീസിൽ ഈ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് വാങ്ങുന്ന ജ്വല്ലറി പോയിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമ്മൾ പോയ സമയത്ത് കുറച്ചധികം അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഓരോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് 1 മാസത്തിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 4 മാസം, 6 മാസം, അങ്ങനെ ഓരോ പീരീഡിലേക്കുള്ള അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 4 മാസത്തിൻ്റെ ആണ്. അപ്പോൾ ഓരോ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഗോൾഡിൻ്റെ ഇത്ര % നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അന്ന് എന്തോ എടുക്കാൻ പോകുന്ന ഗോൾഡിന് 4 മാസത്തേക്ക് 5% ഓർ 10% അങ്ങനെ എന്തോ ആണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അത് ഓരോ സ്കീം എത്ര ഡ്യൂറേഷൻ വരുന്നു, എത്ര ഗോൾഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എത്ര തുക അടയ്ക്കണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു തുക അടച്ചു. അത് 2024 ജൂണിലായിരുന്നു. അന്ന് ഏകദേശം ഗോൾഡിന് 50,000 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തു. എന്നിട്ട് നവംബർ മാസത്തിലാണ് നമ്മൾ നവംബർ 30-ന് ഡേറ്റ് കഴിയും. ഡിസംബറിലാണ് നമ്മൾ ഗോൾഡ് എടുത്തിട്ടുള്ളത്. സോ അത്രയും റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ജ്വല്ലറിയിൽ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പോയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.
അങ്ങനെ എല്ലാ ഗോൾഡും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വള കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ കൈയൊക്കെ മുറിഞ്ഞു. പിന്നെ വാസലിനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സംഭവം എല്ലാം ഓക്കെ ആയിട്ട് ഇതാ അവർ എസ്റ്റിമേറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എസ്റ്റിമേറ്റ് നോർമലി സാധാ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടാണ് അവർ ബില്ല് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ അവർ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് തന്നു. ക്യാഷും കൊടുത്തിട്ട് നമ്മൾ സെറ്റിൽ ചെയ്തു കേട്ടോ.